കേരള തീരത്തിനടുത്ത ഉൾക്കടലിൽ ചരക്ക് കപ്പൽ തീപിടുത്തത്തിൽ കാണാതായ 4 ജീവനക്കാർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. തീപിടുത്തത്തിൽ പരിക്കേറ്റ ജീവനക്കാർ മംഗലാപുരം AJ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. അതേസമയം കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമവും പുരോഗമിക്കുകയാണ്. കപ്പലിൽ അപകടകരമായ രാസവസ്തുക്കൾ ഉള്ളതിനാലാണ് തീ അണയ്ക്കാനുള്ള ശ്രമം ദുഷ്കരമാകുന്നത്. കേരള തീരത്ത് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വർഷ ഗിരീഷ് ചേരുന്നുണ്ട്. വിശദാംശങ്ങളുമായി വർഷ, ഇനി 4 പേരെയാണ് കണ്ടെത്താനുള്ളത്. ഇവരെ കണ്ടെത്താനുള്ള തെരച്ചിലെല്ലാം തന്നെ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെ തുടരുന്നു? അതെ ശ്രീകാർത്തിക, ഈ കാണാതായ 4 ജീവനക്കാർക്കായുള്ള തിരച്ചിലാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തീ അണയ്ക്കാനുള്ള ശ്രമവും ഊർജിതമായി തന്നെ തുടരുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരാണ്. ഇതിൽ 2 പേരുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്. ആകെ 6 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ബാക്കി 12 പേരെ ഹോട്ടലിലേക്ക് മാറ്റി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇവിടെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 4 പേരെ തന്നെയാണ്. ഇവരെ കുറിച്ച് ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും ആശങ്കയായി തന്നെ തുടരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ തീ അണയ്ക്കുക എന്നുള്ളതാണ്. ഇന്നലെ രാത്രി വൈകി വരെ തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നുവെങ്കിലും രാത്രി വൈകിട്ടോട് കൂടി ശ്രമം അവസാനിപ്പിക്കുകയായിരുന്നു. ശേഷം ഇന്ന് പുലർച്ചയോടുകൂടി വീണ്ടും കോസ്റ്റ് ഗാർഡും നാവികസേനയും ചേർന്ന് തിരച്ചിലും അതേപോലെ തീ അണയ്ക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനോടകം തന്നെ കപ്പൽ പൂർണ്ണമായും തീ വിഴുങ്ങി എന്നുള്ള വിവരമാണ് കോസ്റ്റ് ഗാർഡിൽ നിന്നും പുറത്തു വരുന്നത്. ഇന്നലെ രാത്രിയോട് തന്നെ ഈ ഒരു വിവരം പുറത്തു വന്നിരുന്നു. ഇന്നലെ രാത്രി പുറത്തുവിട്ട ഈ ഒരു ചിത്രം അനുസരിച്ച്, വീഡിയോ അനുസരിച്ച് പൂർണ്ണമായും കപ്പൽ കത്തി നശിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ഈ കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കളാണ്. കണ്ടെയ്നറുകളിൽ 157ഓളം കണ്ടെയ്നറുകളിൽ രാസവസ്തുക്കളാണ്. അതായത് തീപിടുത്തം ഉണ്ടാവാൻ, അല്ലെങ്കിൽ ഇവ തമ്മിൽ ഉരച്ച് തന്നെ തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുള്ള വസ്തുക്കളാണ് എന്നുള്ളത് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ കണ്ടെയ്നറുകൾ കൂടുതലും സമുദ്രത്തിൽ പതിക്കുമ്പോൾ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും അറിയിപ്പ് ലഭിച്ചിരുന്നു. എന്നാൽ കപ്പൽ കത്തി അമരുന്നതോടൊപ്പം ഈ കണ്ടെയ്നറുകൾ സമുദ്രത്തിലെ പതിക്കുന്നു എന്നുള്ളതും വലിയ ആശങ്കയായി തന്നെ തുടരുകയാണ്. അതുകൊണ്ട് ഈ കണ്ടെയ്നറുകളെ കേരള തീരത്ത് എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടെ പറയുന്നുണ്ട്. കൊച്ചി മുതൽ കോഴിക്കോട് വരെയുള്ള തീരങ്ങളിലാണ് കണ്ടെയ്നറുകൾ എത്താൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും കേരള തീരത്ത് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ തീ അണയ്ക്കാനും 4 പേരെ കണ്ടെത്താനുമുള്ള ശ്രമമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അതിദുഷ്കരമായ ശ്രമമാണ് ഈ തീ അണയ്ക്കുക എന്നുള്ളത്. കാരണം അതിൽ മുമ്പ് പറഞ്ഞ പോലെ അപകടകരമായ രാസവസ്തുക്കളാണ്. അവ കൂടുതൽ ആളിക്കത്താനുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രി വൈകിയോട് കൂടി ഈ ഒരു ശ്രമം അവസാനിപ്പിച്ചത്. മറ്റ് കപ്പലുകൾക്കൊന്നും അതിന് സമീപത്തേക്ക് എത്താൻ പോലും കഴിയുന്നില്ല എന്നുള്ളത് ലഭിക്കുന്ന വിവരം. കാരണം അത്ര തീവ്രതയിലാണ് ഈ കപ്പൽ ആളിക്കത്തുന്നത്. അതുകൊണ്ട് തന്നെയായിരുന്നു ഇന്നലെ ആ ശ്രമം ഉപേക്ഷിച്ചത്. എങ്കിലും ദൂരെ നിന്ന് നിരീക്ഷണം ഉണ്ടായിരുന്നു. ശേഷം ഇന്ന് പുലർച്ചയോട് കൂടിയാണ് നേവിയും അതേപോലെ കോസ്റ്റ് ഗാർഡും ചേർന്ന് ഈ ശ്രമം ആരംഭിച്ചത്. ശരി, കോഴിക്കോട് നിന്നും വർഷയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. അതേസമയം കേരള തീരത്തിനടുത്ത് കത്തിയമർന്ന സിംഗപ്പൂർ ചരക്ക് കപ്പലിൽ വെച്ച് ഗുരുതരമായി പൊള്ളലേറ്റ 2 പേരടക്കം 6 കപ്പൽ ജീവനക്കാരെ മംഗലാപുരം AJ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തീപിടിച്ച കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ 18 പേരെയും കഴിഞ്ഞ ദിവസം രാത്രിയിൽ INS സൂറത്തിൽ മംഗലാപുരം തുറമുഖത്തെത്തിച്ചു. തീ ആളിപ്പടർന്ന ചരക്ക് കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ 18 പേരിൽ അതീവ ഗുരുതരമായി പൊള്ളലേറ്റ 2 ജീവനക്കാരടക്കം പരിക്കേറ്റ 6 പേരെ കഴിഞ്ഞ ദിവസം രാത്രി 11:30 മണിയോടെയാണ് മംഗളൂരു AJ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചൈന തായ്വാൻ സ്വദേശികളായ ലുവാൻ ലി, സോനിറ്റർ ഹസൈനി എന്നീ ജീവനക്കാർക്കാണ് ഗുരുതരമായി പൊള്ളലേറ്റത്. 35 മുതൽ 40% വരെ ഇവർക്ക് പൊള്ളലേറ്റതായി ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ ദിനേശ് കദം പറഞ്ഞു. മുഖത്തും ശരീരത്തിനകത്തും പൊള്ളലേറ്റിട്ടുണ്ട്. ഗുരുതരമായി പൊള്ളലേറ്റവരെ ICUവിലേക്കും നിസ്സാരമായി പരിക്കേറ്റവരെ വാർഡുകളിലേക്കും മാറ്റി. So that's the reason they are more serious, and other 4 are they have minor burns, but they need attention, dressings and all that. None of them are burned with any chemical substance, right? They are all burned with fire. Most of them, it's a explosion which happened. They also are not very sure whether they exposed to some chemical or not. How the treatment for the 2 people? How the treatment of what is the burn percentage of 2? Yeah, 35 to 40% burns on the both face, upper limb and lower limb, and then they also have inhalation burns, airway burns. That's the reason. There is no other protocol has been activated, right? Kind of because of any kind of substance or something. No, that is it's mainly of inhalation, thermal burns, and smoke, which because of explosions which are there. They have any other injuries? Some have some blunt injuries, which is not very major ones. നിസ്സാര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 4 പേരിൽ 2 പേർ ചൈനയിൽ നിന്നുള്ളവരാണ്. മറ്റ് 2 പേർ മ്യാൻമർ സ്വദേശികളും. പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ട
12 പേരെ മംഗളൂരുവിലെ AJ ഗ്രാൻഡ് ഹോട്ടലിലേക്ക് മാറ്റി. രക്ഷപ്പെടുത്തിയ 18 പേരെയും ഇന്ത്യൻ നാവികസേനയുടെ INS സൂറത്തിലാണ് മംഗലാപുരം തുറമുഖത്തെത്തിച്ചത്. അമൃത ന്യൂസ്, കാസർഗോഡ്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനത്തിന് തുടക്കമായി. ജൂലൈ 31 വരെ 52 ദിവസത്തെ നിരോധനമാണ് നിലവിൽ വന്നത്. അതിനിടെ തുടർച്ചയായി ഉണ്ടായ കപ്പൽ അപകടങ്ങൾ തീരദേശത്തെ കൂടുതൽ വറുതിയിലാക്കുകയാണ്. വിശദാംശങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, തുടർച്ചയായി ഉണ്ടായ കപ്പൽ അപകടങ്ങൾ അത് തീരദേശത്തെ വറുതിയിലാക്കിയിരുന്നു. ഇപ്പോൾ ട്രോളിംഗ് നിരോധനവും ആരംഭിച്ചിരിക്കുകയാണ്. എങ്ങനെയാകും ഇനി തീരദേശ മേഖല ഈ ഒരു നാളിനെ കടന്നു പോവുക? എന്തൊക്കെയാണ് അവരുടെ പ്രതികരണങ്ങളൊക്കെ? തീർച്ചയായും മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിയുടെ ഒരു നാളുകളാണ് വരുന്നത്. അതിന് മുമ്പ് തന്നെ സാധാരണ രീതിയിൽ ട്രോളിംഗ് തുടങ്ങിയുള്ള 2-2.5 മാസക്കാലമാണ് ആ വറുതിയുടെ നാളുകളെങ്കിൽ ഇപ്പോൾ അതിന് മുമ്പ് തന്നെ ആരംഭിക്കുന്ന ഒരു സാഹചര്യമാണ് കടൽ തീരത്തുള്ളത്. നേരത്തെ കടൽക്ഷോഭവും അതുപോലെ തന്നെ മഴയും ശക്തമായതിനെ തുടർന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായിരുന്നു. അതിനുശേഷമാണ് കപ്പൽ അപകടങ്ങൾ. ഇപ്പോൾ തുടർച്ചയായി 2 കപ്പൽ അപകടങ്ങൾ കൂടി കേരള തീരത്ത് തന്നെ വന്നത് മത്സ്യത്തൊഴിലാളികളെയാണ് ഏറ്റവും കൂടുതലായി ബാധിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യങ്ങൾ ഒരു പക്ഷേ ആളുകൾ വാങ്ങാൻ തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ്. പലതരം കാരണങ്ങൾ, പലതരം രാസവസ്തുക്കളുമായി പോയ കപ്പലുകളുടെ കണ്ടെയ്നറുകൾ ആണ് കടലിലേക്ക് വീണിട്ടുള്ളത്. അതിനാൽ തന്നെ മത്സ്യങ്ങൾ വാങ്ങാൻ ആളുകൾ തയ്യാറാകുന്നില്ല എന്നത് ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു. ആദ്യ കപ്പലിൽ നിന്നും കപ്പൽ മുങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഏകദേശം ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് തീരപ്രദേശത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും കപ്പൽ തീപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതും അവരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകളാണ്. സാധാരണ രീതിയിൽ ഈ സമയങ്ങളിൽ ഇപ്പോൾ ട്രോളിംഗ് ഇന്നലെ അർദ്ധരാത്രിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇനിയുള്ള 52 ദിവസക്കാലം ട്രോളിംഗ് ആണ്. അവർക്ക് വറുതിയിലേക്ക് പോകുന്ന കാലമാണ്. അതുപോലെ തങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതുവരെയും സർക്കാർ അതിന് തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ട്. സർക്കാർ ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള പ്രസ്താവനകളും ഇതുവരെയും ഇറക്കിയിട്ട് കൂടിയില്ല എന്നതാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്ക് സമാശ്വാസ സഹായം സാധാരണ രീതിയിൽ സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ 6 കിലോ അരിയും ഒപ്പം തന്നെ 1000 രൂപ വീതവും സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും ആ തുക ഇതുവരെയും അവർക്ക് വിതരണം ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് തന്നെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ട്രോളിംഗ് കാലഘട്ടത്തിൽ 1500 രൂപയുടെ സമാശ്വാസ സഹായമുണ്ട്. ആ സമാശ്വാസ സഹായവും റേഷൻ അരിയുമാണ് സാധാരണ രീതിയിൽ നൽകുന്നത്. അതും പര്യാപ്തമല്ല എന്ന കാര്യമാണ് ഇവർ പറയുന്നത്. അത്തരത്തിൽ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കൂടുതലായി നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യം ഇതിനോടകം തന്നെ മത്സ്യത്തൊഴിലാളി സംഘടനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ട്രോളിംഗ് ആരംഭിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള 2 കപ്പൽ അപകടങ്ങൾ, അതും കേരള തീരത്തിൻ്റെ മത്സ്യത്തൊഴിലാളികളെ ഏറെ വറുതിയിലേക്കും ട്രോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ കൂടുതൽ വറുതിയിലേക്കും നീക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതിനെതിരെ തന്നെ മത്സ്യത്തൊഴിലാളികൾ രംഗത്തെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ സമാശ്വാസ സഹായങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണം എന്ന ആവശ്യം ഇതിനോടകം തന്നെ അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനത്തിന് തുടക്കമായിരിക്കുകയാണ്. രജിത്താണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്. ലോകരാജ്യങ്ങളോട് ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിച്ച് മടങ്ങിയെത്തിയ സർവകക്ഷി സംഘമെന്ന പ്രധാനമന്ത്രിയെ കാണും. വൈകിട്ട് പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച. ഭരണ പ്രതിപക്ഷ നിരകളിലെ 50 അംഗങ്ങൾ 7 സംഘങ്ങളായിട്ടാണ് ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കാൻ 30-ലേറെ രാജ്യങ്ങൾ സന്ദർശിച്ചത്. ഭീകരതയ്ക്കെതിരെ സീറോ ടോളറൻസ് എന്ന ഇന്ത്യയുടെ നിലപാട് തന്നെയാണ് പ്രതിനിധി സംഘങ്ങൾ ലോകരാജ്യങ്ങളോട് വിശദീകരിച്ചത്. ഒപ്പം പാകിസ്ഥാൻ എങ്ങനെ ഭീകരവാദത്തെ സ്പോൺസർ ചെയ്യുന്നുവെന്നും ആ രാജ്യത്തെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ സ്കെയിലിൽ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും മുന്നോട്ട് വെച്ചു. ഇന്ത്യ പാക് അസ്വാരസ്യങ്ങൾ പരിഹരിക്കാൻ അമേരിക്ക ഇടപെട്ടു എന്ന വാദം സന്ദർശനത്തിനിടെ ശശി തരൂർ തള്ളിയിരുന്നു. തരൂരിന്റെ നിലപാടിനെതിരെ കോൺഗ്രസിനുള്ളിൽ അമർഷം പുകയുന്നതിനിടെ സന്ദർശനം വിജയകരമായി പൂർത്തീകരിക്കാനാക്കിയതിൽ ചാരിതാർത്ഥ്യമെന്നും ഇനിയും രാജ്യത്തിന് ഇത്തരം ദൗത്യങ്ങൾക്ക് താൻ തയ്യാറാണെന്നും ശശി തരൂർ കഴിഞ്ഞ ദിവസം എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു. കുട്ടനാട്ടിലെ നെൽകർഷകരുടെ ദുരിത ജീവിതം അവസാനിക്കുന്നില്ല. പ്രതിസന്ധികൾ പലത് അതിജീവിച്ച് 2ാം കൃഷിക്കായി തയ്യാറെടുക്കുന്ന കർഷകർ വിത്ത് ലഭിക്കാതെ വന്നതോടെ കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ്. എന്നിട്ടും അധികാരികൾ കണ്ണു തുറക്കുന്നില്ല എന്നാണ് കർഷകരുടെ ആക്ഷേപം. ഉപ്പുവെള്ളവും മില്ലുകാരുടെ പ്രതികാര സമാനമായ ഇടപെടലുകളും മൂലം ദുരിതത്തിലായ കുട്ടനാട്ടിലെ നെൽകർഷകരുടെ ഏക പ്രതീക്ഷയാണ് പുതിയ പ്രതിസന്ധി മൂലം അവസാനിക്കുന്നത്. 2ാം കൃഷിക്കുള്ള നെൽവിത്തുകൾ ലഭിക്കുന്നില്ല എന്നതാണ് കർഷകരെ വലയ്ക്കുന്ന പുതിയ പ്രതിസന്ധി. പ്രതികൂല കാലാവസ്ഥയെപ്പോലും വെല്ലുവിളിച്ച് കളകിളിർപ്പിച്ച് വിതയ്ക്കാൻ തയ്യാറായിരിക്കുകയാണ് ചമ്പക്കുളം, കൈനഗരി, നെടുമുടി പഞ്ചായത്തുകളിലെ പല പാടശേഖരങ്ങളും. എന്നാൽ വിതയ്ക്കാനുള്ള വിത്ത് മാത്രം കർഷകർക്ക് കിട്ടുന്നില്ല. കൃഷി ഓഫീസിൽ ഉൾപ്പെടെ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളേറെ പിന്നിട്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് കർഷകർ പറയുന്നു. ഇന്ന് തരാം, നാളെ തരാം
പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാസങ്ങളായി ഞങ്ങളെ ഇട്ടിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം പല പാടശേഖരങ്ങളും കളകിളിപ്പിച്ച് വിതയ്ക്കാൻ പാകമായിട്ട് പറ്റിക്കാതിട്ടിരിക്കുക. വിത്ത് കിട്ടാത്തതിൻ്റെ താമസത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇരുമനം പാടശേഖരമൊക്കെ എപ്പോഴും വിത്ത് കിട്ടിയാലും അടുത്ത ദിവസം വിതയ്ക്കാം. അപ്പോൾ കൃഷി ഇപ്പോഴും താമസിച്ച് പോകും. ഇനിയിപ്പോൾ താമസിച്ച് പോകുന്നതനുസരിച്ച് പുഞ്ചകൃഷി നടക്കാതെ വരും. ഇപ്പം ഡിസംബർ 10 മുന്നേ പുഞ്ചകൃഷി വിതയ്ക്കണമെന്ന് പറഞ്ഞാൽ ആ രീതിയിലേക്ക് പോകാൻ പറ്റത്തില്ല. ഇപ്പം ഇങ്ങനെ വിത്ത് ഇനി താമസിച്ച് ഞങ്ങൾക്ക് 15-ാം തീയതി കൂടി വിത്ത് കിട്ടി വിതച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൃഷി ഉപേക്ഷിക്കാനായിട്ടിരിക്കുകയാണ്. ആഭരണങ്ങൾ പണയം വെച്ചും വായ്പ എടുത്തുമായിരുന്നു പലരുടെയും ആദ്യ കൃഷി. എന്നാൽ അമിത അളവിലെത്തിയ ഉപ്പുവെള്ളം പലരുടെയും കൃഷി തകർത്തു. ഉപ്പുവെള്ളത്തെ പ്രതിരോധിച്ച് കൊയ്ത്തു കഴിഞ്ഞ നെല്ല് പല പാടശേഖരങ്ങളിലും ദിവസങ്ങളോളം കെട്ടിക്കിടന്നു. മില്ലുകാർക്ക് കിഴിവ് കൂടുതൽ വേണമെന്നതായിരുന്നു സംഭരണം വൈകാൻ കാരണം. എന്നാൽ മില്ലുകാർ ആവശ്യപ്പെട്ട കിഴിവ് നൽകാൻ ഒടുക്കം കർഷകർ തയ്യാറായിട്ടും നെല്ലെടുക്കാതെ മില്ലുകാർ കൈയൊഴിഞ്ഞു. പിന്നീട് സർക്കാർ ഇടപെടലിൽ സംഭരണം നടന്നെങ്കിലും നഷ്ടം മാത്രമായിരുന്നു കർഷകർക്ക് മിച്ചം. ഞങ്ങൾ സമരം ചെയ്യും. ഞങ്ങൾ സമരം ചെയ്യുന്നത് ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൃഷി ഉപേക്ഷിക്കും. ഇത് വിത്ത് കിട്ടിയില്ല ഞങ്ങൾ എങ്ങനെ എടുക്കാനാണ്? വിത്ത് കിട്ടി നമ്മൾ വിളവെടുത്തു കഴിഞ്ഞാൽ നെല്ലെടുക്കത്തില്ല. നെല്ലെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വിലയില്ല. ഇതെന്താ അവസ്ഥയായത്? ഇതിപ്പോൾ ഈ ഓരോ വർഷം ചെല്ലും തോറും ഇത്തരത്തിലുള്ള പ്രവണത ഇതിൻ്റെ രൂക്ഷത വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കൃഷിക്കരെ അങ്ങ് ചവിട്ടി താഴ്ക്കുന്ന നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥിതിയിൽ കർഷകൻ എങ്ങനെ ജീവിക്കും? ബാക്കി ഉദ്യോഗസ്ഥന്മാർ മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയോ? അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയ ഉന്നതരും മാത്രം ജീവിച്ചാൽ മതിയോ? ഇവിടെ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർ ഞങ്ങൾ കുടുംബം പുലർത്തണ്ടേ? ഇതിനെല്ലാം പിന്നാലെയാണ് രണ്ടാം കൃഷിക്ക് തയ്യാറെടുക്കുന്ന കർഷകന് മേലുള്ള അടുത്ത പ്രഹരം. വിത്ത് അടിയന്തരമായി ലഭിച്ചില്ലെങ്കിൽ കൃഷി മുടങ്ങും. ഇതോടെ പട്ടിണിയിലാകുന്നത് കുട്ടനാട്ടിലെ നിരവധി കർഷക കുടുംബങ്ങളാണ്. കർഷകരുടെ കണ്ണീർ കാണാൻ സർക്കാർ തയ്യാറായില്ല എങ്കിൽ ഏക ഉപജീവന മാർഗമായ കൃഷി തന്നെ ഉപേക്ഷിക്കുവാനുള്ള ഒരുക്കത്തിലാണ് കുട്ടനാട്ടിലെ പ്രതീക്ഷയറ്റ നെൽകർഷകർ. വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. പ്രചരണം അവസാനിക്കാൻ ഒരാഴ്ച മാത്രം ശേഷിക്കെ നിലമ്പൂരിൽ പ്രചരണം ഉച്ചസ്ഥായിയിലേക്ക്. ഇടതു പ്രചരണത്തിനായി 10 മന്ത്രിമാർ ഇന്ന് മണ്ഡലത്തിലുണ്ട്. പ്രതിപക്ഷ നേതാവും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെ പ്രതിപക്ഷ നേതാക്കൾ UDF-നും കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ NDAയ്ക്ക് വേണ്ടിയും ഇന്ന് കളത്തിലിറങ്ങും. വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്നും TK അരവിന്ദൻ ചേരുന്നുണ്ട്. അരവിന്ദൻ, കടുത്ത തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് നിലമ്പൂർ. മന്ത്രിമാരടക്കം ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ശക്തമായ പ്രചരണം നടക്കുന്നു. ഒപ്പം ആരോപണങ്ങളുമായി കളം നിറഞ്ഞിരിക്കുകയാണ് നിലമ്പൂർ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീകാർത്തിക, തീർച്ചയായും പ്രചരണത്തിൻ്റെ ഉച്ചസ്ഥായിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി പ്രചരണം അവസാനിക്കാൻ ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. ഈ അവസരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരമാവധി വോട്ടർമാരിലേക്ക് തങ്ങളുടെ സന്ദേശം എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. ഇടതുമുന്നണി ഇക്കാര്യത്തിൽ ബഹുദൂരം മുന്നിലെത്തിക്കഴിഞ്ഞു. 10 മന്ത്രിമാരാണ് ഇന്ന് എം സ്വരാജിന് വേണ്ടി മണ്ഡലത്തിൽ ഇറങ്ങുന്നത്. ബിന്ദു, പ്രസാദ് തുടങ്ങി 10 മന്ത്രിമാർ ഇന്ന്, ഗണേഷ് കുമാറുണ്ട്. അങ്ങനെ 10 മന്ത്രിമാർ മണ്ഡലത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് പങ്കെടുക്കും. ഒപ്പം തന്നെ UDF-ഉം ഒട്ടും പിറകിലല്ല. നമുക്കറിയാം UDF ആണ് നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത്. അതിനാൽ തന്നെ രണ്ടാം ഘട്ട പ്രചരണം അവരും ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനുണ്ട്, PK കുഞ്ഞാലിക്കുട്ടിയുണ്ട്, KPCC പ്രസിഡന്റുണ്ട്. അങ്ങനെ UDF-ഉം മണ്ഡലത്തിൽ സജീവമായിരിക്കുന്നു. NDAയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ഇന്ന് മണ്ഡലത്തിലുണ്ട്. വിവിധ വിഷയങ്ങളാണ് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി നിലമ്പൂരിൽ ചർച്ച ചെയ്യുന്ന അനന്തുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇന്ന് വീണ്ടും തിരിച്ചും അത് രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് കടക്കുമെന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. രാവിലെ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ വിളിച്ചിട്ടുണ്ട്. മന്ത്രിമാർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അങ്ങനെ ഇന്നും വളരെ രാഷ്ട്രീയ പോരാട്ടം വളരെ കടുത്തതായിരിക്കും എന്ന് തന്നെയാണ് നമുക്കറിയാവുന്നത്. ഒപ്പം PV അൻവറും ചില പഞ്ചായത്തുകളിൽ സജീവമായി അദ്ദേഹം രംഗത്തിറങ്ങുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ശരി അരവിന്ദൻ, അതോടൊപ്പം തന്നെ പ്രചരണമൊക്കെ തന്നെ മുന്നോട്ട് ശക്തമായി പോകുന്നുണ്ട്. ഒപ്പം ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മലപ്പുറത്ത് ചേരുന്നുണ്ടല്ലോ. ഈ തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള കാര്യങ്ങൾ തന്നെയാകുമോ പ്രധാനമായും ഈ ഒരു യോഗത്തിൽ ചർച്ചയാവുക? ശ്രീകാർത്തിക, തീർച്ചയായും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് മലപ്പുറത്താണ് ചേരുന്നത്. തീർച്ചയായും തെരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. ഒപ്പം തന്നെ വന്യജീവി മനുഷ്യ സംഘർഷം സംസ്ഥാനത്തുടനീളം വലിയ പ്രശ്നമുണ്ടാക്കിയിരുന്ന സാഹചര്യത്തിൽ ആ കാര്യങ്ങളും ചർച്ചയ്ക്ക് വരും എന്നാണ് നമുക്കറിയുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിനാണ് ഇപ്പോൾ പ്രാമുഖ്യം നൽകുന്നത്. അടുത്ത ഒരാഴ്ച ഏത് തരത്തിൽ പ്രചരണ തന്ത്രം മാറ്റണം, മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇടതുപക്ഷം ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യും. ശ്രീകാർത്തിക.
ശരി, ടി.കെ. അരവിന്ദനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും നിലമ്പൂർ വളരെ ആവേശകരമായ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നണികളെല്ലാം തന്നെ വളരെ ആവേശത്തിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കുന്ന തിരക്കിലാണ്. അരവിന്ദനാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി മറ്റു ചില വാർത്തകൾ കൂടി നോക്കാം. ഓൺലൈൻ ടാക്സി രംഗത്ത് നിരക്ക് ഏകീകരണം വേണമെന്ന ആവശ്യവുമായി ഡ്രൈവർമാർ രംഗത്ത്. ഓൺലൈൻ ടാക്സി കമ്പനികളുടെ ചൂഷണം അവസാനിപ്പിക്കണമെന്നും ഡ്രൈവർമാർ ആവശ്യപ്പെട്ടു. കമ്പനികളുടെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരെ 12 മണിക്കൂർ പണിമുടക്കും നടത്തി. ഓൺലൈൻ ടാക്സി കമ്പനികൾ ചൂഷണം ചെയ്യുകയാണെന്നും ഈ രംഗത്ത് നിരക്ക് ഏകീകരണം വേണമെന്നുമാണ് ഡ്രൈവർമാരുടെ ആവശ്യം. ഓൺലൈൻ ടാക്സി കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ 12 മണിക്കൂർ പണിമുടക്കും എറണാകുളം കളക്ടറേറ്റിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചു. CITU, AITUC യൂണിയനുകളുടെ പിന്തുണയോടെയായിരുന്നു ഡ്രൈവർമാരുടെ സമരം. പ്ലാറ്റ്ഫോം ഫീസ്, മിതമായ കമ്മീഷൻ എന്നിവയിൽ ഒന്ന് മാത്രം നടപ്പാക്കുക, ഓൺലൈൻ ടാക്സികൾക്ക് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച മിനിമം നിരക്ക് നടപ്പാക്കുക, പിക്കപ്പ് ദൂരം 2 കിലോമീറ്ററായി നിജപ്പെടുത്തുക, അധിക പിക്കപ്പ് ദൂരത്തിന് നിരക്ക് ഏർപ്പെടുത്തുക തുടങ്ങിയവയാണ് ഡ്രൈവർമാരുടെ ആവശ്യം. ഇവിടെ കമ്പനികൾ മത്സരിക്കുകയാണ്. കമ്പനികൾ മത്സരിക്കുമ്പോൾ റേറ്റ് കുറച്ച് കൊണ്ടുവന്ന് ഇവിടുത്തെ ടാക്സി ഓടുന്ന ഡ്രൈവേഴ്സിന് ഒരു വേതനം, സ്ഥിരമായ ഒരു വേതനം കിട്ടുന്നില്ല. അപ്പോൾ ഇതിനെതിരെ സർക്കാർ നിയമനിർമ്മാണം കൊണ്ടുവരണം. ഞങ്ങൾക്ക് ഏകീകൃത നിരക്ക് വേണം ഇവിടെ. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം കമ്പനികളായിട്ട് സംസാരിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം ഡിമാൻഡ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, പല പ്രാവശ്യം സൂചനാ സമരം നടത്തിയിട്ടുണ്ട്. അവർ നമ്മളൊന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അത് അവരുടെ ഹുങ്കാണത്. ആ ഹുങ്ക അവസാനിപ്പിക്കേണ്ടത് ഇവിടുത്തെ ബാധ്യത, സർക്കാരിന് ബാധ്യതയുണ്ട്. ഏകീകൃത നിരക്ക് ഇല്ലാത്തതിനാൽ തന്നെ തുച്ഛമായ വരുമാനമാണ് ലഭിക്കുന്നതെന്നും ഡ്രൈവർമാർ ചൂണ്ടിക്കാട്ടി. ഞങ്ങൾ പെരുന്നാൾ കഴിഞ്ഞോളൂ, വീട്ടിലെ കുട്ടികൾക്ക് പോലും ഡ്രസ്സ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ കടന്നുപോയത്. ആ വണ്ടിയുടെ ഫിനാൻസ് പോലും ഏകദേശം 4 മാസമായിട്ട് എന്നെ മുടിയിറങ്ങുകയാണ്. മിനിമം വേതനം, സുരക്ഷ, തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തുടങ്ങിയവയാണ് ടാക്സി ഡ്രൈവർമാരുടെ ആവശ്യം. പരാതികൾ പലതും നൽകിയിട്ടും സർക്കാരോ കമ്പനികളോ കേട്ട ഭാവമില്ലെന്നാണ് ഇവരുടെ ആക്ഷേപം. ഈ സ്ഥിതി തുടർന്നാൽ ശക്തമായ സമരത്തിലേക്ക് പോകാനാണ് സംഘടനകളുടെ ആലോചന. അമൃത ന്യൂസ്, കൊച്ചി. വള്ളം കളി എന്നതുപോലെ തന്നെ ആലപ്പുഴക്കാർക്ക് പ്രിയപ്പെട്ടതാണ് സൈക്കിളും. എവിടെ തിരിഞ്ഞാലും ഒരു സൈക്കിളെങ്കിലും നമ്മുടെ കണ്ണിൽ ഉടക്കാതെ ഇരിക്കില്ല. എന്നാൽ ദിവസവും 55 കിലോമീറ്ററിലധികം ദൂരം സൈക്കിൾ ചവിട്ടുന്ന ഒരാൾ ആലപ്പുഴയിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അങ്ങനെ ഒരാൾ രാമങ്കരിയിലുണ്ട്. ആ വിശേഷങ്ങളൊന്ന് കണ്ടുവരാം. ഇതാണ് ആലപ്പുഴ രാമങ്കരി സ്വദേശി രാജപ്പൻ എന്ന രാജു. ഇഷ്ടമുള്ള വാഹനം സൈക്കിളല്ലാതെ മറ്റൊരു വാഹനത്തിലും സഞ്ചാരമില്ല. അത്രയ്ക്ക് ആത്മബന്ധമാണ് സൈക്കിളിനോട്. 2.5 പതിറ്റാണ്ടായി രാജു സൈക്കിളുമായുള്ള ഈ ചെങ്ങാട്ടം തുടങ്ങിയിട്ട്. ഗതാഗത സൗകര്യം കുറവായിരുന്ന കാലത്ത് തുടങ്ങിയതാണ് ഈ ഇഴമുറിയാത്ത ബന്ധം. പിന്നീട് സൈക്കിൾ ചവിട്ടിയില്ലെങ്കിൽ ദിവസം പൂർത്തിയാകാറില്ലെന്നായി. ജോലി ആവശ്യങ്ങൾക്കായാണ് സൈക്കിളിൽ ഇത്രയും ദൂരം സഞ്ചരിക്കുന്നത്. 25 വർഷം മുൻപേ വാങ്ങിയ സൈക്കിൾ തന്നെയാണ് ഇപ്പോഴും കൂടെയുള്ളത്. കൃത്യമായ ഇടവേളകളിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിനാൽ വഴിയിൽ കിടക്കേണ്ടി വന്നിട്ടില്ല. രാവിലെ 6:45 വീട്ടിൽ നിന്നിറങ്ങി 1.5 മണിക്കൂർ കൊണ്ട് ജോലി സ്ഥലത്തെത്തും. മഴയിലും വെയിലിലും യാത്ര സൈക്കിളിൽ തന്നെ. വൈകിട്ട് 5:45 ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് തിരിക്കും. 7:30 വീട്ടിലെത്തും. മികച്ച കലാകാരൻ കൂടിയായ രാജു ഉത്സവ സീസണുകളിൽ രാമനാട്ടവും കൃഷ്ണനാട്ടവും അവതരിപ്പിക്കാറുണ്ട്. ദേശതാലപ്പൊലിയിലും മറ്റും മോഹിനി, പാർവതി, ഭരതനാട്യം വേഷങ്ങളും ചെയ്യാറുണ്ട്. അങ്ങനെ സൈക്കിളിനൊപ്പം വട്ടത്തിൽ ചവിട്ടി നീളത്തിലോടുകയാണ് രാജുവിൻ്റെ ജീവിതവും. അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. വിപണി വിലയിരുത്തലുമായി ജുജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുന്നുണ്ട്. ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. ഇന്നത്തെ വിപണി സാധ്യതകൾ എങ്ങനെയാണ്? ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ വലിയ തോതിലുള്ള ഏറ്റക്കുറച്ചിൽ പ്രതീക്ഷിക്കുകയും വേണം. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി തുടർച്ചയായി വിപണിയിൽ ഒരു നിക്ഷേപ താല്പര്യം കാണുന്നുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നിക്ഷേപ സ്ഥാപനങ്ങൾ വളരെ സജീവമായി വിപണിയിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ കഴിഞ്ഞ 2 ദിവസവും വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നു. ഇന്നലെയും അവർ വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നു. ഒപ്പം ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിൽ അറ്റ നിക്ഷേപത്തിലാണ്. ഈ 2 ഘടകങ്ങളും അനുകൂലമായിരിക്കുന്നതാണ് വിപണിയുടെ മുന്നോട്ട് നീക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. 25,000 എന്ന നിലവാരത്തിന് മുകളിൽ തുടർച്ചയായി 2 ദിവസവും വ്യാപാരം അവസാനിപ്പിച്ചുകൊണ്ട് വരും ദിവസങ്ങളിലും നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിന് വേണ്ട സാഹചര്യം തന്നെയാണ് ആഗോളതലത്തിലും ഉള്ളത്. ആഗോള വിപണികളിലും നിക്ഷേപ താല്പര്യം തുടരുക തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ലാഭമെടുക്കൽ പ്രവണത ഉണ്ടായാൽ പോലും അത് മറികടന്നുകൊണ്ട് നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇതിന് ഏറ്റവും പ്രേരകമായ ഒരു ഘടകം എന്ന് പറയുന്നത് 2ാം തര ചെറുകിട ഓഹരികളിലുള്ള ഒരു താല്പര്യമാണ്. സാധാരണഗതിയിൽ 2ാം തര ചെറുകിട ഓഹരികളിൽ ഒരു മികച്ച രീതിയിൽ നിക്ഷേപ താല്പര്യം തുടരുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം വിപണി മുന്നോട്ട് നീങ്ങും എന്നുള്ളത് തന്നെയാണ്.
അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സാധ്യത ബലപ്പെടുത്തുന്നത്. എന്തായാലും ശരി, വളരെയധികം നന്ദി ശ്രീ കെ ദിലീപ്. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിനായുള്ള നിക്ഷേപ പദ്ധതികൾ ലക്ഷ്യമിട്ട് ഈരാറ്റുപേട്ടയിൽ നിക്ഷേപ സംഗമം സംഘടിപ്പിച്ചു. ടൂറിസം, ഭക്ഷ്യ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, IT, റബ്ബർ തുടങ്ങിയ വിവിധ മേഖലകളിലെ സാധ്യതകൾ ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച നിക്ഷേപ സംഗമം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. 2374 കോടിയുടെ നിക്ഷേപ വാഗ്ദാനമാണ് സംഗമത്തിലൂടെ ലഭിച്ചത്. സംസ്ഥാന സർക്കാർ കൊച്ചിയിൽ നടത്തിയ ആഗോള നിക്ഷേപ സംഗമത്തിന്റെ മാതൃകയിലാണ് വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ റൈസിംഗ് പൂഞ്ഞാർ നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു നിയോജക മണ്ഡലത്തിൽ ഇത്തരത്തിൽ ഒരു നിക്ഷേപക സംഗമം സംഘടിപ്പിക്കുന്നത്. മണ്ഡലത്തിൽ ടൂറിസം, കാർഷികാധിഷ്ഠിത ഭക്ഷ്യ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, റബ്ബർ, IT, മര ഉൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലെ സാധ്യതകളും നിർദ്ദിഷ്ട ശബരി ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന്റെ സാധ്യതകളും മുൻനിർത്തി കൂടുതൽ വാണിജ്യ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാനും അതുവഴി തൊഴിൽ സാധ്യതകൾ വളർത്തുകയും ലക്ഷ്യമിട്ടായിരുന്നു സംഗമം. ഈരാറ്റുപേട്ടയിൽ നടന്ന സംഗമം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. വിദേശ നിക്ഷേപത്തിൽ ആന്ധ്രയെയും പഞ്ചാബിനെയും പിന്തള്ളി കേരളം ഒന്നാമതെത്തിയതായും ഈ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്ത് 37 സ്വകാര്യ വ്യവസായ പാർക്കിന് അനുമതി നൽകിയതായും പി രാജീവ് പറഞ്ഞു. നമുക്കിപ്പോ വ്യവസായ സൗഹൃദത്തിൽ നമ്മൾ ഒന്നാമതായി ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടിൽ വിദേശ നിക്ഷേപത്തെ ആകർഷിക്കുന്നതിൽ ആന്ധ്രയെയും പഞ്ചാബിനെയും പുറംതള്ളി ഇപ്പൊ കേരളം ആദ്യത്തെ 10ൽ ഇടം നേടിയിരിക്കുകയാണ്. ഓരോ മലയാളിക്കും അഭിമാനിക്കാം. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 37 സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് അനുമതി നൽകി കഴിഞ്ഞു. 37 സ്വകാര്യ വ്യവസായ പാർക്കുകൾ. നിക്ഷേപകരുമായി മന്ത്രി രാജീവ് സംവദിച്ചു. സംഗമത്തോടനുബന്ധിച്ച് ഒരുക്കിയ പ്രദർശന സ്റ്റാളുകൾ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. നിക്ഷേപ സംഗമത്തിലൂടെ 2374 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം ലഭിച്ചതായി പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തെങ്കൽ പറഞ്ഞു. പ്രപ്പോസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് 2373.97, അതായത് 2374 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റിലൂടെ ഇന്നലെ വരെ ലഭിച്ചു കഴിഞ്ഞു. വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ നയിച്ച സെമിനാറുകളും സംഗമത്തോടനുബന്ധിച്ച് നടന്നു. അമൃത ന്യൂസ്, കോട്ടയം. കേരളത്തിലെ സന്യാസ സമൂഹ കൂട്ടായ്മയായ മാർഗദർശക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ കേരള തനിമയിലേക്ക് എന്ന സന്ദേശമുയർത്തി സംസ്ഥാനതല ധർമ്മ സന്ദേശ യാത്ര നടത്തും. ഒക്ടോബർ 7 മുതൽ 21 വരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കാണ് യാത്ര. യാത്രയ്ക്ക് സ്വാഗത സംഘ രൂപീകരണ യോഗം തിരുവനന്തപുരത്ത് ചേരും. ജൂൺ 11 വൈകിട്ട് 5 തിരുവനന്തപുരം ഉദയ പാലസിലാണ് യോഗം. കേരളത്തിലെ മുതിർന്ന സന്യാസ ശ്രേഷ്ഠന്മാരും വിവിധ ആത്മീയ, സാംസ്കാരിക, സാമുദായിക സംഘടനകളുടെ പ്രതിനിധികളും പങ്കെടുക്കും. എല്ലാ സനാതന ധർമ്മ വിശ്വാസികളും സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് വയനാട് മേപ്പാടി മാതാ അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമി വേദാമൃതാനന്ദപുരി പറഞ്ഞു. ഇന്ന് ഒക്ടോബർ 7 മുതൽ 14 ദിവസങ്ങളിലായിട്ട് 21 വരെ കേരളത്തിൽ സന്യാസി ധർമ്മരക്ഷായാത്ര സംഭവിക്കുകയാണ്. കേരളത്തിലെ എല്ലാ സമ്പ്രദായങ്ങളിൽപ്പെട്ട സന്യാസിമാരും മഠങ്ങളും ഒക്കെ പങ്കെടുത്തുകൊണ്ട്, എല്ലാ സന്യാസി മഠങ്ങളിലെ ആചാര്യന്മാരും പങ്കെടുത്തുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു സന്യാസി ധർമ്മ രക്ഷായാത്ര വരികയാണ്. അതിൻ്റെ സ്വസംഘ രൂപീകരണം തിരുവനന്തപുരം ഉദയ പാലസ് കവടിയാറിൽ വരുന്ന ജൂൺ 11 നടക്കുകയാണ്. വൈകിട്ട് 5 മണിക്ക് ഉദയ പാലസിൽ വെച്ചിട്ടാണ് സംസ്ഥാന തലത്തിലുള്ള സ്വാഗത സംഘ രൂപീകരണം നടക്കുന്നത്. എല്ലാ ആചാര്യന്മാരും പ്രഗത്ഭരായിട്ടുള്ള സന്യാസിമാരും ഒക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ സനാതന ധർമ്മ വിശ്വാസികളും ഈ സ്വാഗത സംഘ രൂപീകരണത്തിൽ പങ്കെടുത്ത് അതിൻ്റെ ഭാഗഭാക്കാകണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം നമ്മുടെ കേരളത്തിൽ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാവിധ ധാർമ്മിക മൂല്യങ്ങളെയും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു സാമൂഹ്യ സമൂഹത്തിൽ ഒരുപാട് പ്രവണതകൾ വളർന്നു വരികയാണ്. അതുപോലെ മദ്യം, മയക്കുമരുന്ന് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം അതീതമായിട്ട് ചിന്തിക്കാനുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയും ജനങ്ങളെ ഉദ്ബുദ്ധരാക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ധർമ്മത്തെയും മൂല്യങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സന്യാസിമാർ തന്നെ രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു ധർമ്മരക്ഷാ യാത്രയാണ്. അത് കേരള തനിമയിലേക്ക് എന്നുള്ളൊരു സന്ദേശവുമായിട്ടാണ് വരുന്നത്. അതിൽ എല്ലാവരും പങ്കെടുക്കുക. ഇനി സംസ്ഥാന തലത്തിലെ സ്വാഗതസംഘം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജില്ലാതലത്തിലും സ്വാഗതസംഘങ്ങളുണ്ടാവും. എല്ലാവരും ജനങ്ങളുടെയും സനാതന ധർമ്മ വിശ്വാസികളുടെയും പങ്കാളിത്തം ഉണ്ടാവണം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു.
എല്ലാ നന്മകളും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഏഷ്യ കപ്പ് ഫുട്ബോൾ 3ാം റൗണ്ട് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വൈകിട്ട് 5:30-ക്കാണ് മത്സരം. ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനോട് സമനില വഴങ്ങിയ ഇന്ത്യയ്ക്ക് ജയം അനിവാര്യമാണ്. രാജ്യാന്തര മത്സരത്തിൽ 24 തവണ നേർക്കുനേർ എത്തിയപ്പോൾ 9 തവണ ജയം ഇന്ത്യയ്ക്കൊപ്പമായിരുന്നു. 8 തവണ ബംഗ്ലാദേശിനൊപ്പവും 7 എണ്ണം സമനില വഴങ്ങി മത്സരം നടക്കുന്ന ഹോങ്കോങ്ങിലെ കൗലോണിൽ റെക്കോർഡ് കാണികളെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. ഇതോടെ ഗുഡ് മോർണിംഗ് എല്ലാം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.